ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സേമിയ പായസം ഉണ്ടാക്കാൻ പോകണം. നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു സ്പെഷ്യൽ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വെച്ച് നമ്മളങ്ങനെ സേമിയ പായസം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കുറച്ച് സേമിയ എടുത്തോട്ട് നമ്മളിന്ന് സേമിയ പായസം ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മൾ സേമിയൊക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ തന്നെ നമ്മൾ കപ്പലണ്ടി എടുത്തു. അപ്പോൾ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പലണ്ടിയൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കപ്പലണ്ടി തൊലി എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു അടുപ്പ് കൂട്ടാൻ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ഇരുമ്പ് അടുപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരുമ്പ് അടുപ്പിന് ഇങ്ങനെ എന്ന് വെച്ചാൽ ഒത്തിരി പൊക്കമാണ്. അപ്പോൾ തീയും വിറകും ഒക്കെ ഒത്തിരി വെക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴി തുറക്കണം ഗൈസ്. അപ്പോൾ കുഴി തുറക്കാനായിട്ട് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ അമ്മമാരൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുഴി തുറക്കാം ഗൈസ്. അപ്പം അടുപ്പ് എങ്ങനെ വെക്കണമെന്ന് വേണ്ടിയിട്ട് നോക്കുവാണ് ഗൈസ്. നല്ല കാറ്റാണ് അവിടെ, നല്ല കാറ്റത്താണ് ഗൈസ് നമ്മൾ പായസം വെക്കാണ്ട്. നമ്മൾ വിചാരിച്ച് വെറുതെ കാറ്റൊക്കെയാണെന്ന് വെച്ച് നമ്മൾ അവിടെ ഇരുന്നാണ്, പക്ഷെ നല്ല കാറ്റാണ്. അപ്പം ഞാൻ കുഴിയൊക്കെ തുറക്കുന്നുണ്ട്, പക്ഷേ ഇത് വെച്ച് ഒന്നും കുഴി തുറക്കാൻ പറ്റത്തില്ല. വല്ല പിച്ചാത്തിയോ അല്ലെങ്കിൽ ചിരട്ടയോ ഒക്കെ വെച്ച് നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിരട്ട വേണം. ഇപ്പം ഞാൻ ഇത് ഇങ്ങനെ ഒരുമിപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ശരിയായില്ല ഗായ്സ്. നമുക്ക് നന്നായിട്ട് താക്കണം, എന്നാലേ നമുക്ക് വിറകൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. നല്ല കാറ്റാണ് ഗൈസ്. ഇപ്പം നമ്മുടെ ഒരു അന്തരീക്ഷം തന്നെ ഒരു ചൂട് അന്തരീക്ഷമാണല്ലോ. അപ്പോൾ ഈ ചൂടിന് ഞങ്ങളൊരു ചൂട് പായസം കുടിക്കാമെന്ന് വെച്ച് അങ്ങനെ ചൂട് പായസമൊക്കെ റെഡിയാക്കാമെന്ന് വെച്ച് ഒറ്റ നിമിഷത്തെ ഒരാഗ്രഹമായിരുന്നു ഞങ്ങളുടെ ചൂട് പായസം ശരിയാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും കാശിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പായസം റെഡിയാക്കുവാണ് ഗൈസ്. അപ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ ചിരട്ടയൊക്കെ ഇട്ട് തുറക്കുവാണ്. ഈ ചിരട്ട ഇട്ട് തുറക്കുമ്പം കുഴി ഇച്ചിരി വലുതാവണം, എന്നാലേ നമുക്ക് ഗ്യാസ് സ്റ്റൗ അങ്ങോട്ട് താത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തുറന്ന് നന്നായിട്ട് തുറക്കണം. അപ്പോഴത്തേക്കും നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനപ്പുറം ഒരു വീടുണ്ട്. ആ വീടിനപ്പുറം ഒരു കായലാണ്. അപ്പോൾ കായലിൽ നിന്ന് വരുന്ന നല്ല തണുത്ത കാറ്റാണ് ഗൈസ്. അപ്പോൾ തണുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ചൂട് പായസമൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഒരു തണുപ്പാണ്. അവിടെയൊക്കെ ഒത്തിരി മാവുണ്ട്. അപ്പോൾ മാവിൻ്റെ താഴെ ഇരിക്കാനാണ് ഞങ്ങൾ എപ്പോഴും കൂടുതൽ നോക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചെങ്കിൽ മാവിൻ്റെ താഴെ ഇരുന്നൊരു പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുഴിയൊക്കെ ഇങ്ങനെ തുറക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും വീഡിയോസിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് എല്ലാവരും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തീ കത്തിക്കാമെന്ന്. അങ്ങനെ വെച്ച് തീ കത്തിക്കാനായിട്ട് കണ്ടോ, തീ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തിരുന്ന് നമ്മുടെ ചാച്ചൻ്റെ മോനാണ്, അവൻ തീയൊക്കെ കൂട്ടുകയാണ് കണ്ടോ, വിറകൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മഞ്ജുമ്മ വന്നിട്ടാണ് നമുക്ക് തീയൊക്കെ കത്തിക്കുന്നത്. ഇവരെല്ലാവരും കൂടെയാണ് എല്ലാ പാചകവും വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പായസം വെക്കാമെന്ന് പറഞ്ഞപ്പോൾ മഞ്ജുമ്മനാണ് എങ്കിൽ നമുക്ക് പായസമൊക്കെ വെച്ച് സെറ്റാക്കാമെന്ന് പറഞ്ഞ് വന്നത്. നമുക്ക് തീയൊക്കെ കത്തിക്കുകയാണ്. തീ കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച് തരുവാണ് ഗൈസ് എനിക്ക്. ഞാൻ അങ്ങനെ തീ കത്തിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അങ്ങനല്ല തീ കത്തിക്കണ്ടേ, ഇങ്ങനെ തീ കത്തിക്കണ്ടേന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുത്തെങ്കിൽ മഞ്ജുമ്മ കത്തിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്തേക്കുവാണ്. അപ്പോൾ കത്തിക്കുവാണ് ഗൈസ്. നമ്മൾ അടുപ്പെല്ലാം സെറ്റാക്കി നമ്മൾ തീയൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിറക് കൊണ്ടുവരുവാണ് കണ്ടോ. അവൻ ചൂട്ട് ശരിയാക്കി എടുത്ത് തീ വെച്ച് കൊടുത്ത് നമ്മളങ്ങനെ വെച്ചിട്ട്. ഇവൻ ഭയങ്കര കത്തിക്കാൻ ഭയങ്കര മിടുക്കനാണ് ഗൈസ്. ഒരു വട്ടം ഇതേപോലെ കത്തി കരിഞ്ഞു പോയിട്ടുണ്ട് ഈ പ്രാവശ്യം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ചെയ്യുകയാണ് ഗൈസ്. ഇപ്പോൾ കൊതുമ്പും സാമഗ്രികളൊക്കെ വെക്കുന്നുണ്ട്. കണ്ടോ, എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ ചെയ്യാനായിട്ട്. ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഇന്ന് തകർക്കാം കണ്ടോ. നമ്മുടെ കൊച്ചിച്ചൻ്റെയും ചാച്ചൻ്റെയും വീടിൻ്റെ നടുക്കുള്ള സ്ഥലത്ത്, മാവിൻ ചവിട്ടിൻ്റെ നടുക്ക് സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മടലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. കുറച്ച് ഉറുമ്പ് കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളെ കാല് കൊണ്ട് കടിച്ച് കൊല്ലുന്ന ഉറുമ്പ്. നമ്മൾ ആ ഉറുമ്പിനെ ഒന്ന് കൊല്ലാന്ന് വെച്ച് ഇങ്ങനെ കുറച്ച് ചൂടെടുത്ത് കത്തിച്ച് ഉറുമ്പിനെയൊക്കെ നമ്മൾ കൊല്ലുവാണ്. എന്ന് വെച്ചാൽ ഉറുമ്പ് കാരണം അവിടെ ഒന്നും ഇരിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ഉറുമ്പെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ കാലിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ഉറുമ്പിനെ എല്ലാം കൊന്ന് ആ ചൂട്ട് അതേപോലെ തന്നെ നമ്മൾ തീ വെക്കാൻ കൊടുത്തിട്ടുണ്ട് അവന്. അപ്പം അവനാണ് ഈ അടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടോ. തീ കൂട്ടാനൊക്കെ വലിയ ആളതാണ്. അപ്പം തീയൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും ഇടയ്ക്ക് ഒന്ന് തീയൊക്കെ ഇങ്ങനെ തെള്ളിക്കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തീയൊക്കെ കൂട്ടി കത്തുന്നുണ്ട് ഗൈസ്. അങ്ങനെ കത്തുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ അവിടെ നിന്ന് പറയുന്നത് ഭയങ്കര കാറ്റ് കണ്ടോ ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് ഇലയൊക്കെ ആണെന്ന് അറിയാം, നല്ല കാറ്റാണ്. ഇപ്പോൾ മഞ്ജുമ്മ കുറേ വിറകൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് വിറകൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുവാണ്.
നല്ല കാറ്റാണ്. ഈ കാറ്റിന് ആളി കത്തുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ച്. ഇത് നമ്മൾ വാങ്ങിച്ചത് പച്ച കപ്പലണ്ടി ആയിരുന്നു. അപ്പോൾ പച്ച കപ്പലണ്ടി ഒന്ന് ഇളക്കി വറുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കപ്പലണ്ടി ഒന്നിട്ട് ഇളക്കുവാണ്. ഇളക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണം ഗൈസ്. നടുക്കാണ് നെയ്യായിരുന്നു നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത്. അപ്പം ഇളക്കി ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ വറുത്തുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ഇളക്കി അപ്പോൾ അവൻ വന്ന് ഓരോ തീയൊക്കെ കാല് കൊണ്ട് നിൽക്കുന്നുണ്ടാവും. തീ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ കപ്പലണ്ടി എല്ലാം വറുത്ത് കോരി മാറ്റി ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പായസത്തിൻ്റെ കൂട്ടെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട വറുത്ത് കോരി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ് ഗൈസ്. ഭയങ്കര തീ ആയതുകൊണ്ട് ഇച്ചിരി കരിഞ്ഞു മോഡൽ പോലെ ആയിട്ടുണ്ട്. പക്ഷേ അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഞങ്ങളിങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് ഒടിച്ചു വെച്ചിരുന്ന സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് പേരുള്ളതുകൊണ്ട് കുറച്ച് പായസം വയ്ക്കുന്നുള്ളൂ, ഒത്തിരി ഒന്നും വയ്ക്കുന്നില്ല, ഇച്ചിരി പായസം വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നെയ്യ് അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഈ സേമിയ എന്നൊക്കെ പറയുന്നത് അവൻ അടുത്തിരുന്ന് തീയൊക്കെ കത്തിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ, അങ്ങനെ കുഞ്ഞാച്ചി ഞാൻ ഇളക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് കുഞ്ഞാച്ചി ഇളക്കുകയാണ്, പിന്നെ ഞാൻ ഇളക്കുകയാണ്. അപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് വാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ. എന്ന് വെച്ചാൽ തീ ചെറുതായിട്ട് അണഞ്ഞ് എപ്പോഴത്തേക്കും തീ അണയുമ്പോഴത്തേക്കും അവൻ വരുന്നുണ്ട്. നമ്മൾ അടുത്തതായി ചവ്വരി ഇടുകയാണ് ഗൈസ്. ചവ്വരി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഗൈസ്. ഇപ്പം കാറ്റൊക്കെ ഏകദേശം കുറവുണ്ട് ഗൈസ്. ഇപ്പോൾ വലിയ കാറ്റൊന്നും അവിടെ അടിക്കുന്നില്ല. ചവ്വരി എല്ലാം അവൻ കുടഞ്ഞിട്ട് പകുതി കുറച്ച് താഴെയും കളഞ്ഞ് ഗൈസ്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചവ്വരി. കണ്ട കോമഡിയാണ് ഗൈസ്, ഞങ്ങൾ മൊത്തത്തിൽ കോമഡിയാണ്, ഭയങ്കര ചിരിയാണ്. അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. വിറകൊക്കെ നീക്കി വെച്ച് അവനോട് പറഞ്ഞ് ഒത്തിരി തീയൊന്നും കൂട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ അനങ്ങാൻ നിൽക്കുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ. ഞങ്ങളെല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചാണ് വയ്ക്കുന്നത്. ഞങ്ങളൊരു വാഗമൺ ട്രിപ്പൊക്കെ പോയായിരുന്നു, ആ ഫുഡും ഒക്കെ ഇവിടെ വെച്ചാണ് വെച്ചത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഇളക്കിയതിന് ശേഷം കുറേ കാര്യമൊക്കെ പറഞ്ഞാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കാറ്റ് ഏകദേശം കുറവുള്ളതുകൊണ്ട് നമ്മൾ പെതുക്കെ ഇളക്കുകയാണ്. അത് കഴിയുമ്പോൾ ഒരു ഓവർ പാല് ആദ്യം അങ്ങ് പൊട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇളക്കുകയാണ്. കണ്ടോ, പാലൊരു കവർ പൊട്ടിച്ചങ്ങ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം അങ്ങോട്ട് ആദ്യത്തെ കട്ടത്തിലേക്ക് ഒരു പാല് പൊട്ടിച്ച് വെച്ച് നമ്മളോട്ട് അങ്ങ് ഇളക്കുവാണ്. ഇളക്കി അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു കവർ പാല് പൊട്ടിച്ചൊഴിക്കുന്നതേ കാണിക്കുന്നുള്ളൂ. നമ്മളൊരു 4 കവർ പാലാണ് ഈ ഒരു പായസത്തിന് എടുത്തിരിക്കുന്നത്. അപ്പം കണ്ടോ, ഇപ്പോൾ 2 കവർ ഒഴിക്കുന്നതേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം ദേ കണ്ടോ ഗൈസ്, നമ്മുടെ പാലെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് തിളയ്ക്കുന്ന ഒരു പരുവമാണ് ഗൈസ് ഇത്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ തിളച്ച് വരുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞങ്ങളിതിനകത്ത് മുന്തിരിയും അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങളൊരു കപ്പലണ്ടി ഇടാമെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ കപ്പലണ്ടി മതി എന്ന് പറഞ്ഞു. അങ്ങനെ കപ്പലണ്ടി ഇടാമെന്ന് വെച്ച് കപ്പലണ്ടി ഇട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ട ആവശ്യമായ പഞ്ചസാര അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പഞ്ചസാര ഒന്ന് ഇളക്കിയതിന് ശേഷം അവിടെ വെക്കുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. തീയൊക്കെ ചെറുതായിട്ട് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പം തന്നെ ഒരു കാറ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഈ നമ്മളെന്തെങ്കിലുമൊക്കെ പെതുക്കെ വേകട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് വേകട്ടെ എന്ന് വെക്കുമ്പോൾ ഒരു അട്ട കാറ്റ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കണ്ടോ ഗൈസ്, ഇങ്ങനെ തിളച്ച് ഇത് കുറുകുന്നവരെ നമ്മൾ ഇങ്ങനെ വറ്റിച്ചാക്കിക്കൊണ്ടിരിക്കും ഗൈസ്. അങ്ങനെ അപ്പം നമ്മുടെ പായസം ഒരു തിള വന്നിട്ടുണ്ട്. അങ്ങനെ കുടഞ്ഞ് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ പായസം ഒന്നും കൂടെ തിളച്ച് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് ഗൈസ്. ഇത് തീയൊക്കെ കത്തിച്ച് കൊടുക്കുന്നുണ്ട് അവൻ. അപ്പം നമ്മൾ കണ്ടോ, തീയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഘട്ടത്തിൽ കപ്പലണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി മാത്രമേ ഇടുന്നുള്ളൂ. നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ഇട്ട് നന്നായിട്ട് കണ്ടോ, ഇഷ്ടം പോലെ കപ്പലണ്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒത്തിരി കപ്പലണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പച്ചയ്ക്ക് തിന്നുകയും ചെയ്ത് കേട്ടോ. കപ്പലണ്ടിയൊക്കെ ഇട്ട് നമ്മൾ ഇറക്കി ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പായസമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പായസമൊക്കെ കുടിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് വരും. അപ്പോൾ ബൈ.